വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് നിലമ്പൂരിൽ നിന്നും കോയമ്പത്തൂർ വരെ യാത്ര ചെയ്യാം. രാവിലെ 5:30 നിലമ്പൂരിൽ നിന്നും പുറപ്പെട്ട് 7 മണിക്ക് ഷൊർണൂരിലെത്തുന്ന ട്രെയിനിൽ ഞങ്ങളും പുറപ്പെട്ടു. ഞങ്ങൾ പോയത് അരവിന്ദ് ഐ ഹോസ്പിറ്റൽ മോളെ കാണിക്കാനാണ്. നമ്മുടെ ഉക്കടം മാർക്കറ്റിൽ വാഹനങ്ങളുടെ സ്പെയർ പാർട്സിനായി പോകുന്നവർക്കും വളരെ അനുയോജ്യമായ ട്രെയിനാണിത്. സാമാന്യം നല്ല മഴയുള്ള ദിവസമായിരുന്നു ഞങ്ങളുടെ യാത്ര. അതിനാൽ തന്നെ നല്ല തണുപ്പായിരുന്നു. ആ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ഏഴ് മണിയോടടുത്ത് ഞങ്ങൾ ഷൊർണൂരിലെത്തി. വിശപ്പിന്റെ ആധിക്യം കാരണം ഞങ്ങൾ പുറത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ കയറി എല്ലാവരും ഒരു ദോശ കഴിച്ചു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പാടെ മാറി വളരെ വലിയ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു എയർപോർട്ടിന് തുല്യമായി വളർന്നിരിക്കുന്നു. കോയമ്പത്തൂർ ട്രെയിനിൽ കണ്ട് സ്ഥിരം കാഴ്ച അലക്കിയ ഡ്രസ്സ് ഉണക്കാനിട്ടിരിക്കുന്ന ഒരു യാത്രക്കാരൻ. പാലക്കാടൻ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. പലയിടങ്ങളിലായി പാടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കേരളം കടന്ന് തമിഴ്നാട് എത്തിയപ്പോൾ കണ്ട കാഴ്ച അതിലും മനോഹരം. പശ്ചിമഘട്ട മലനിരകളെ തഴുകി തലോടി ഒരു യാത്ര. എത്ര കണ്ടാലും മതി വരാത്ത മനോഹരമായ കാഴ്ചകൾ മാത്രം. അങ്ങനെ ആ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ കോയമ്പത്തൂരെത്തി. കോയമ്പത്തൂർ ഞങ്ങൾ കണ്ട ആദ്യ കാഴ്ച ഒരു ട്രെയിൻ ബോഗിയെ എങ്ങനെ റെസ്റ്റോറന്റ് ആക്കി മാറ്റാം എന്ന ഓച്ചയുടെ ബിസിനസ് തന്ത്രങ്ങൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. വളരെ മനോഹരമായ ഒരു റെസ്റ്റോറന്റ്. പിന്നീട് ഞങ്ങൾ ബസ്സിനാണ് യാത്ര തുടർന്നത്. അങ്ങനെ ആ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അരവിന്ദ് ഐ ഹോസ്പിറ്റലിലെത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയി കണ്ട അരവിന്ദ് ഹോസ്പിറ്റൽ അല്ല ഇപ്പോൾ. വളരെ വലിയ ലോകോത്തര നിലവാരത്തിൽ ഉയർന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അങ്ങനെ ഉച്ചയായി, വിശപ്പ് തുടങ്ങി. ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് യാത്ര തിരിച്ചു. ക്യാൻറ്റീനിൽ നമ്മൾ ആദ്യം ടോക്കൺ എടുത്ത് വേണം ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഓരോ വെജിറ്റബിൾ ബിരിയാണി കഴിച്ചു. വീണ്ടും ഹോസ്പിറ്റലിലേക്ക്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ പുറത്തെ കാഴ്ചകളാണിത്. വളരെ മനോഹരമായ ബ്ലോക്കുകൾ. മറു സൈഡിൽ പഴയ ബ്ലോക്കുകൾ നവീകരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ മെഡിസിൻ വാങ്ങിയപ്പോൾ തിരിച്ചുള്ള ട്രെയിൻ മിസ്സായി. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ യാത്ര തിരിച്ചു. കോയമ്പത്തൂരിൽ നിന്നും തമിഴ്നാട് ബസ്സിൽ കയറി പാലക്കാടെത്തി. പാലക്കാട് നിന്ന് നിലമ്പൂർക്ക് നേരിട്ടുള്ള ബസ്സിൽ കയറി ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തി. വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് നിലമ്പൂരിൽ നിന്നും കോയമ്പത്തൂർ വരെ യാത്ര ചെയ്യാം.